നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഡൽഹിയിലെ പെട്രോളിയം മന്ത്രാലയത്തിലെത്തി ചുമതലയേറ്റിരുന്നു. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ഒപ്പമുണ്ടായിരുന്നു. വകുപ്പ് സെക്രട്ടറിമാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സുപ്രധാന ചുമതലയാണ് പ്രധാനമന്ത്രി തന്നെ ഏൽപ്പിച്ചതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ പെട്രോളിയം മന്ത്രാലയത്തിൽ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം കേരളത്തെ ടൂറിസം ഹബ്ബാക്കുമെന്നും ഇതുവരെ ആരും തൊടാത്ത ടൂറിസം മേഖലകൾ കണ്ടെത്തുമെന്നും മന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പുകളുടെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീർത്തും പുതിയൊരു സംരംഭമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ആദ്യം എനിക്ക് പഠിക്കണം. ഭാരിച്ച ചുമതലയാണെന്ന് എനിക്കറിയാം. എല്ലാം പഠിച്ചതിനു ശേഷം പ്രധാനമന്ത്രി ചുമതല ഏൽപ്പിക്കുന്ന പാനലിനെ കേട്ട് അതിൽ നിന്ന് പഠിക്കണം. UKGയിൽ കയറിയ അനുഭവമാണ് എനിക്ക്. കേരളം ടൂറിസത്തിന്റെ പ്രീമിയം ഡെസ്റ്റിനേഷൻ ആണെന്ന് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായി ചർച്ച ചെയ്ത് ടൂറിസത്തിന്റെ ഭാരതത്തിന്റെ തിലകക്കുറിയായി കേരളത്തെ മാറ്റും. ഇത് 5 വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കണം. അതിന് ആരുടെയൊക്കെ ഉപദേശമാണോ ആവശ്യം അത് സ്വീകരിക്കും. കേരളത്തിൽ നിന്നും ടൂറിസം DGയായി പ്രവർത്തിച്ചിട്ടുള്ള 3-4 പേരെ ഇതിനായി തിരഞ്ഞെടുക്കും. കേരള കാഡറിൽ നിന്നുള്ള മലയാളിയായ ആളുകളെ കൊണ്ടുവരും. സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കും. കേരളത്തെ ടൂറിസം ഹബ്ബാക്കും. ഇതുവരെ ആരും തൊടാത്ത ടൂറിസം മേഖലകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കും. പുതിയൊരു രുചി നൽകാൻ പറ്റുന്ന ടൂറിസം മേഖലകൾ അന്വേഷിക്കും. ഏറ്റെടുത്ത സിനിമകൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും സംസാരിക്കും. എന്റെ ആവശ്യങ്ങൾ അറിയിക്കും. എനിക്ക് വേണ്ടുന്ന പിന്തുണ തേടും. ഇത് നടക്കും, അത് നടക്കും. എന്റെ സെറ്റിൽ ഒരു ഓഫീസ് ഉണ്ടാവുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അതേസമയം വലിയ ചുമതലയാണ് ഏറ്റെടുക്കുന്നതെന്ന് എനിക്കറിയാം. ആ മിനിസ്ട്രിയെ സംബന്ധിച്ച് ഞാൻ 0-ൽ നിന്ന് തുടങ്ങണം. അതെല്ലാം പഠിച്ച ശേഷം പ്രധാനമന്ത്രി നിയോഗിക്കുന്ന പാനലിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം വേണം തുടങ്ങാൻ. എനിക്ക് ശരിക്കും UKGയിൽ കയറിയ അനുഭവമാണ്. പെട്രോളിന്റെ വില കുറയണമെങ്കിൽ ആവശ്യമായ സർവീസ് ഉണ്ടാവണം. കാവേരി തീരത്തും പിന്നെ കൊല്ലത്തും അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് കേട്ടുകേൾവിയുണ്ട്. മലയാളിയായ ഒരു മന്ത്രിയാണ് ഈ മുറിയിലിരിക്കുന്നത്. കൊല്ലത്തെ കാര്യം പരിശോധിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായും ചെയ്യും. പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്ത് കേരളത്തിന്റെ ഇന്ത്യൻ ടൂറിസത്തിന്റെ തിലകക്കുറിയാക്കും. അടുത്ത വർഷം അപകടരഹിതമായും പൂരപ്രേമികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള തൃശൂർ പൂരമാകും നടക്കുക. അതിനുവേണ്ടിയാണ് ജനങ്ങൾ എന്നെ ജയിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടത് എന്നുമായിരുന്നു ചുമതല ഏൽക്കുന്നതിന് തൊട്ടു മുൻപ് സുരേഷ് ഗോപി പറഞ്ഞതും. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.